ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം ഉടൻ പുനരാരംഭിക്കും. ഇന്നലെ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ 144 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 146 പേരാണ് ചികിത്സയിലുള്ളത്. 116 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 52 മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മുണ്ടക്കൈ മേഖലയിൽ മഴയ്ക്ക് ഇപ്പോൾ നേരിയ ശമനമുണ്ട്. മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സൈനിക സംഘമെത്തും. പ്രദേശത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ചൂരൽമലയിൽ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 144 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിരവധി പേർ പരിക്കേറ്റ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. വിശദാംശങ്ങളുമായി MP ദേവൻ ചേരുന്നുണ്ട്. ദേവൻ, ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ്. ഒരു നേരം ഇരുട്ടി വെളുക്കുന്ന സമയത്തിനുള്ളൊരു പ്രദേശമാകെ കൺമുൻപിൽ ഇല്ലാതായി പോകുന്ന കാഴ്ച. അതിൻ്റെ പകപ്പിലാണ് ഇപ്പോഴും അവിടെയുള്ള ജനങ്ങൾ. നമ്മുടെ സഹോദരങ്ങളാണ് ജീവനും ജീവിതവും കൺമുന്നിൽ നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുന്നത്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ച് കയറ്റിക്കൊണ്ടുവരേണ്ടത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവൻ, എപ്പോഴാണ് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുക? ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആർമിയും അതോടൊപ്പം തന്നെ NDRFന്റെയും എല്ലാം ഏകോപനത്തിലുള്ള ഒരു സംഘം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 10 മണിവരെയായിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നത്. അതായത് അവിടെ കുടുങ്ങിക്കിടന്ന അവസാനത്തെ ആളുകളെയും രക്ഷപ്പെടുത്താൻ പറ്റുന്ന അവസാനത്തെ ആളുകളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മുണ്ടക്കയം അടക്കമുള്ള മേഖലകളിൽ സുരക്ഷിതമായ സ്ഥാനത്ത് നിർത്തിയതിനു ശേഷമാണ് ഇന്നലെ രാത്രിയിലത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചത്. എന്നാൽ നമുക്കറിയാം, മുണ്ടക്കയത്ത് ഇന്നലെ വളരെ വൈകിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ അതിനകത്തെ റിസോർട്ടിലും അതോടൊപ്പം തന്നെ മദ്രസകളിലുമായിട്ടെല്ലാം നിരവധി ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇന്നലെ രാത്രി വൈകിയും ഇവിടെ പ്രദേശവാസികളുമായി എല്ലാം സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാം ബന്ധുക്കൾ ഈ പറയുന്നതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള അംഗങ്ങൾ 2-3 പേരൊക്കെ ഉണ്ട്. അതിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ചിലപ്പം ഒരാളെ ആയിരിക്കാം. മറ്റ് ആളുകൾക്കുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുണ്ടക്കയം മേഖലയിലും അതോടൊപ്പം തന്നെ ചുരുൾമലയ്ക്കകത്തുമായി എല്ലാം ഈ മണ്ണിനടിയിൽ പെട്ടുപോയ ബന്ധുക്കളുടെയൊക്കെ വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇന്നിപ്പോൾ പുനരാരംഭിക്കുന്നത്. ഇന്ന് രക്ഷാദൗത്യം കൂടുതൽ പ്രാധാന്യം നൽകുന്നതും ഇതിന് തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ മണ്ണിനടിയിൽ പെട്ടുപോയ ആൾക്കാരെ എല്ലാം കണ്ടെത്തുന്നതിനായിട്ടുള്ള ആധുനിക ഉപകരണങ്ങൾ കൂടി എത്തിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലിനായിരിക്കും ഇന്ന് കൂടുതൽ പ്രാധാന്യം നൽകുക. ഒപ്പം തന്നെ ഇന്നലെ രാത്രി തിരച്ചിൽ നടത്തിയ ശേഷം ഏകദേശം 18ഓളം മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി തിരച്ചിൽ അവസാനിപ്പിച്ചപ്പോഴത്തേക്കും ഇവിടെ ഈ ചുരുൾമല മേഖലയിൽ നിന്നും ഒപ്പം തന്നെ മുണ്ടക്കയത്തു നിന്നുമെല്ലാം ലഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ തിരച്ചിൽ ആരംഭിക്കുമ്പോൾ ഈ രക്ഷാദൗത്യം കൂടുതൽ ഊന്നൽ നൽകുക ഈ പറയുന്ന പോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഈ മുണ്ടക്കയ മേഖലകളിൽ ഇന്നലെ സുരക്ഷിതരായി നിർത്തി എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ പ്രവർത്തനത്തിനായിരിക്കും ഇന്നിപ്പോൾ ഊന്നൽ നൽകുക. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഈ ചുരുൾമലയുടെ താഴ്പ്രദേശത്ത് നിന്നും ഇപ്പോൾ ഈ രക്ഷാദൗത്യം ഏകോപനം നൽകുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ സായുധ സേനകളും എല്ലാവരും തന്നെ 6 മണിയോടുകൂടി തന്നെ ഈ മേഖലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആർമിയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും NDRFന്റെയും പോലീസിന്റെയും എല്ലാ സുരക്ഷാ സേനകളും ഈ ഇന്നലെ പ്രവർത്തിച്ചതുപോലെ തന്നെ ഒരു ഇടതടവില്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ വിശ്രമമില്ലാതെ എല്ലാ യൂണിറ്റുകളും പ്രവർത്തിച്ച അതേപോലെ തന്നെ രാവിലെ മുതൽ അവരിപ്പോൾ സുരക്ഷാ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ
ഇന്നലെ വൈകിയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ചർച്ചയുമെല്ലാം നടന്നിരുന്നു. മന്ത്രിമാരും ഈ സുരക്ഷാ ദൗത്യത്തിലുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരു ചർച്ചയിലെല്ലാം നടത്തിയിരുന്നു. ആ ഒരു തീരുമാനപ്രകാരം അവർ ഇന്നലെ കൈക്കൊണ്ട തീരുമാനപ്രകാരമുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ മുണ്ടക്കൈ മേഖലയിൽ ഇനി കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ പെട്ടുപോയിട്ടുള്ള ആൾക്കാരെ എത്രയും വേഗം തിരിച്ച് കരയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യത്തിനാണ് ഇന്നിപ്പോൾ ഊന്നൽ നൽകുക. ദേവൻ, ഈ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുട്ടം ഭാഗത്ത് താൽക്കാലികമായി പാലം ഉണ്ടാക്കിയൊക്കെയായിരുന്നു ഇന്നലെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അവിടുന്ന് ഏകദേശം ഒരു ഭൂരിഭാഗം ആളുകളെയും രക്ഷപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ മുണ്ടക്കയം ഭാഗത്ത് എല്ലാം ഇന്നലെ നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ ഏകദേശം ഇവിടുത്തെ ഒരു വലിയൊരു പ്രദേശം തന്നെ ഈ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ഒന്നിലധികം ഒന്ന് രണ്ട് വാർഡുകൾ അത്രയും ജനസംഖ്യയുള്ള ആൾക്കാർ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ആ ഒരു മേഖലയിൽ ആകമാനമായിട്ടാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. എത്ര പേരെ ഇതുവരെ നമുക്ക് ഇവിടെ നിന്നും കാണാതായി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത നമുക്കിപ്പോഴും കൈവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ഏകോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്ഭവ കേന്ദ്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലും ഇന്നിപ്പോൾ രാവിലെ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ മുണ്ടക്കൈ മേഖലകളിലെല്ലാം തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ഈ സുരക്ഷാ സേന നമ്മളോട് പറഞ്ഞത് ഇതുവരെയും അവരെ എല്ലാം സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ തന്നെ ഇന്നലെ രാത്രി അവരെ പുറത്തെത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ എല്ലാം ഏറ്റവും സുരക്ഷിതരായ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പിച്ചിട്ട് കൂടിയായിരുന്നു ഇന്നലെ അവർ സുരക്ഷാ പ്രവർത്തനം അവസാനിപ്പിച്ചത്. കാരണം രാത്രി ആയതുകൂടി തന്നെ കാലാവസ്ഥ പ്രതികൂലമായി വരികയും ഒപ്പം തന്നെ ആ ഒരു സമയമായപ്പോഴത്തേക്കും മഴ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രവർത്തനം അവർക്ക് തുടരുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം മറ്റൊരു മണ്ണിടിച്ചിൽ സാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രവർത്തനം ആ രീതിയിൽ മാത്രമേ അവർക്ക് ഏകോപിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ എല്ലാം സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അവർ ഇന്നലെ ഈ രക്ഷാദൗത്യം അവസാനിപ്പിച്ചത്. ആ ഒരു അർത്ഥത്തിൽ ഇന്നിപ്പോൾ രാവിലെ അവർ ഈ ഒരു കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ആദ്യം പ്രാധാന്യം നൽകി രക്ഷാപ്രവർത്തനം ആരംഭിക്കുക. ദേവൻ, അതോടൊപ്പം ഇന്നലെ നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്തും ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും വെള്ളത്തിന് ശക്തി കൂടുകയും അത്തരത്തിൽ ഒക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇന്നലെയും കണ്ടതാണ്. ഇന്ന് കൂടുതൽ സൈനികരെത്തും എന്ന് മനസ്സിലാകുന്നു. എത്തരത്തിലാണ് ഇന്നത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഏകോപനം? തീർച്ചയായും ഇന്നലെ വൈകിയുമെല്ലാം ഒരു ശക്തമായ ഒരു മഴ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ കൂടിയും ആശ്വാസകരമായ ഒരു കാര്യം രാത്രി വൈകി ഈ മേഖലയിൽ മഴ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരം ഒരു ആശങ്ക ഇന്നലെ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമ്പോഴും എല്ലാം ഈ രക്ഷാ ദൗത്യത്തിനും ഒപ്പം തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കും എല്ലാം ഒരു ആശങ്ക നിലനിന്നത് ആ ഒരു കാരണത്തിലായിരുന്നു. രാത്രി വൈകി മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്ന് പുലർച്ചെ ആരംഭിക്കുന്ന രക്ഷാദൗത്യത്തെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഏതായാലും അത് തൽക്കാലം വേണ്ട എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യമാണ്. മേഖലയിൽ രാത്രിയിൽ മഴ ലഭിച്ചിരുന്നില്ല.